പ്രധാനമായ മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ KPCCയുടെ മറുപടി. ആയതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല. അവർക്ക് അത്തരത്തിൽ ഒരാവശ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികതയുമില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. സണ്ണി ജോസഫ് അങ്ങനെ ഒരു പാരമ്പര്യവും അങ്ങനെ ഒരു പ്രസിഡന്റ് കേരള രാഷ്ട്രീയത്തിലില്ല. കേസുകൾ ഉണ്ടായിട്ടും ഗുരുതരമായ കേസുകൾ, ആ കേസുകളിൽ FIR-ഉം ചാർജ് ഷീറ്റും ഉണ്ടായിട്ടും ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കാത്ത നിരവധി സംഭവങ്ങൾ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും കോൺഗ്രസ് പാർട്ടി സ്ത്രീകളുടെ ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച്, സമചിത്തതയോടെ ആലോചിച്ച്, എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്നത്. അത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്യും. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. ഈ രാജ്യ ആവശ്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ നേതാക്കൾ പരസ്യമായി തന്നെ പ്രതികരണം നടത്തിയിരുന്നു. ഞാൻ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുമായി ശക്തമായ സമയമെടുത്ത്, ആവശ്യമായ സമയമെടുത്ത് സമചിത്തതയോടെ നേരത്തെ പറഞ്ഞു. ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി. നേരത്തെ പറഞ്ഞ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ അവരെല്ലാവരുമായിട്ട് ആലോചിച്ചെടുത്ത യുനാനിമസ് ഡിസിഷനാണ് ഞാൻ അറിയിച്ചത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വന്നാൽ അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാണോ അങ്ങനെ ഒരു തീരുമാനം? ഉപതെരഞ്ഞെടുപ്പിന് പീരുമായിട്ടുണ്ടല്ലോ. ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പീരുമായിട്ടുണ്ട്. പാലക്കാട് അങ്ങനെ ആവില്ലല്ലോ. ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പീരുമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്? പാലക്കാട്ടെ സാഹചര്യം ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു പരാതിയും വന്നിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പേര് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും കേരളം ഭരിക്കുന്ന പാർട്ടിക്കും രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് അത് ഉപദേശിക്കാനുള്ള യാതൊരു ധാർമ്മികതയുമില്ല. മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും അത് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടി നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളുടെ മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണമെന്ന വ്യക്തമായ നിലപാടുള്ള പാർട്ടിയായതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ആവശ്യമായ ആലോചനകൾ നടത്തി തികഞ്ഞ അഭിപ്രായ ഐക്യത്തോടെ യുനാനിമസ് 100% ഐക്യത്തോടെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് KPCC പ്രസിഡന്റ് അറിയിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സസ്പെൻഷൻ പാർട്ടിയുടെ ഭാഗത്തുള്ള അന്വേഷണം ഉണ്ടാവും.